അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ഈ വണ്ടിയും അതുപോലെ വീടും ഒരു ഇമോഷൻ തന്നെയാണ്. അതിപ്പോൾ ആദ്യത്തെ വണ്ടി എന്നൊക്കെ പറയുമ്പോൾ ഇമോഷൻ കൂടുതലാണ്. പക്ഷേ നമ്മളൊരു വീട് വെക്കുന്ന സമയത്ത് എത്രമാത്രം ശ്രദ്ധിക്കുന്നോ, എത്രമാത്രം അധ്വാനിക്കുന്നോ, അതുപോലെയൊക്കെ വണ്ടി വാങ്ങിക്കുന്ന സമയത്തും ചെയ്യാറുണ്ടോ? നമ്മുടെയൊക്കെ വിചാരം നമ്മളത് ശ്രദ്ധയോടുകൂടി തന്നെയാണ് ചെയ്യുന്നതെന്നാ. പക്ഷേ അപ്പോഴും എവിടെയെങ്കിലുമൊക്കെ തെറ്റ് സംഭവിക്കാറുണ്ട്. ഇതിനെക്കുറിച്ച് പറയാനാണ് നമ്മുടെ നെക്സ്റ്റ് ഐഡിയ ബാസ് വരുന്നത്. നിറഞ്ഞ കൈയടികളോടെ സ്വാഗതം ചെയ്യാം ഇൻഡോറിൽ നിന്നുള്ള പൂർണിമയെയും അമിത്തിനെയും. പൂർണിമ, അമിത്, ഐഡിയ ബാസിന്റെ വേദിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. തീർച്ചയായും. ഗുഡ് ലക്ക്. താങ്ക് യു. നമസ്കാരം ടൈറ്റൻ. നമ്മുടെ ജീവിതത്തിൽ ഒരു കാർ വാങ്ങിക്കുക എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ഒരു സ്വപ്ന സാഫല്യം തന്നെയാണ്. നമ്മുടെ ജീവനേക്കാൾ വിലയുള്ള ആ വണ്ടിയെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിന്ന് രക്ഷപ്പെടുത്താനും നന്നായി വെക്കാനും എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? പൂമാല കൊണ്ട് അലങ്കരിക്കും, നാരങ്ങയുടെ മുകളിൽ കൂടി കയറ്റിയിറക്കും, ഷോറൂമിന് നേരെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകും, തേങ്ങയുടയ്ക്കും. അതുപോലെ നമ്മുടെ വണ്ടി ആദ്യം ക്ലീൻ ചെയ്യുന്ന ചേട്ടന് നമ്മൾ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുക്കും. അല്ല ചേട്ടാ, വണ്ടി പുതിയതാണ്, ഒന്ന് ശ്രദ്ധിച്ചൊക്കെ വേണേ. ടൈറ്റൻസ് പലപ്പോഴും കാർ ഡെലിവറി എടുക്കുന്നതിന് മുമ്പ് തന്നെ ദൃഷ്ടിപ്പെടാറുണ്ട്. ഈ വണ്ടിക്ക് പറ്റിയതുപോലെ എല്ലാവിധത്തിലും ഡെലിവറിക്ക് റെഡിയാ. നല്ല തിളങ്ങുന്ന പോളിഷ്ഡ് കാർ. പക്ഷേ ഈ വണ്ടി റീപെയിന്റഡ് ആണ്. ഇതിന്റെ ടയറിന്റെ കണ്ടീഷൻ എല്ലാ രീതിയിലും മോശമാണ്. മാത്രമല്ല ഇതിന്റെ ബാറ്ററി വളരെ ഡൗൺ ആണ്. അതേപോലെ പറയാൻ പറ്റാത്തതായി കുറെ പ്രോബ്ലംസ് ഈ കാറിനുണ്ട്. എന്തുകൊണ്ടാ പറയാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഡീലർ ഈ കാറിന് നന്നായി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹലോ ടൈറ്റൻസ്, ഞാൻ പൂർണിമ കദം. ഞാനാണ് അമിത് കദം. ടൈറ്റൻസ് ഉപയോഗത്തിൽ 60% ഓഫ് കാർസ് ഉണ്ട്. അതിൽ 90% ഓഫ് കാർസ് യൂസ്ഡ് കാർസ് ആണെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. കസ്റ്റമേഴ്സിന് ഈ കാർസ് അതേ രീതിയിൽ തന്നെയാണ് വിൽക്കുന്നതും. അതുകൊണ്ട് കാർ ബയേഴ്സിന് ഇതുപോലത്തെ സ്കാമിൽ നിന്ന് രക്ഷപ്പെടാനായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു ചെക്ക് കർ ദോ. ചെക്ക് കർ ദോ ഇന്ത്യയിൽ തന്നെ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ ബ്രാൻഡാണ്. അത് യൂസ്ഡ് കാർ ആവട്ടെ അല്ലെങ്കിൽ പുതിയ കാർ ആവട്ടെ, നമ്മൾ അത് 2000-ലും കൂടുതൽ ചെക്ക് പോയിന്റ്സ് വെച്ച് ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് ഒരു ഡീറ്റെയിൽഡ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ടും ഉണ്ടാക്കുന്നു. കാരണം എന്തൊക്കെ ഗ്യാരണ്ടികൾ അവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ അത് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ പറ്റും. അതായത് ടയർ, ബാറ്ററി, പെയിന്റ്, അതുപോലെ ഇന്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എൻജിൻ സ്കാൻ മുതൽ മെക്കാനിക്കൽ ഫോൾട്ട് വരെ ഞങ്ങളുടെ എക്സ്പേർട്സ് വളരെ കൃത്യമായി ചെക്ക് ചെയ്യുന്നുണ്ട്. അതും കേവലം 999 രൂപയ്ക്ക്. ടൈറ്റൻസ്, ഞങ്ങൾ 1000 വരം കാറുകൾ ഇന്ന് വരെ ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏകദേശം 70% കാർസിന് എങ്ങനെയാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ സ്കാമിൽ നിന്ന് രക്ഷിക്കുന്നത്. സാധാരണ നിലയിൽ നമുക്കൊരു കാർ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി 40 തൊട്ട് 45 മിനിറ്റ് വരെ ആവശ്യം വരും. ഇപ്പൊ നമ്മൾ AI ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യുന്നത് കാരണം ആ സമയമൊക്കെ കുറച്ച് നമുക്കൊരു 5 to 10 മിനിറ്റ് മതി. മാത്രമല്ല ഈ ടെക്നോളജി വരുന്ന കാലത്ത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു വിപ്ലവം സൃഷ്ടിക്കും. ഇന്ത്യയിൽ ആര് കാർ മേടിച്ചാലും അവരുടെ പ്രതീക്ഷ ചെക്ക് കർ ദോയിലായിരിക്കണം. അതാണ് ഞങ്ങളുടെ സ്വപ്നം. ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞങ്ങളുടെ ആസ്കാണ് 40 lakh rupees on convertible notes with 20% discount. അപ്പോ ടൈറ്റൻസ് ഞങ്ങളുമായിട്ടൊരു ഡീലിന് റെഡിയാണോ? ഒന്ന് സെറ്റാക്കി തരുന്നേ. ഓക്കെ, എന്നാ പിന്നെ സെറ്റാക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. നിങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞ പ്രശ്നം ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നം തന്നെയാണ്. ഞാനും മുമ്പ് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിച്ചിട്ട് വളരെ മോശം അവസ്ഥയിൽ പെട്ടിട്ടുണ്ട്. എത്ര രൂപയ്ക്കാണോ വണ്ടി വാങ്ങിയത് അത്രയും രൂപ 10-15 ദിവസത്തിനുള്ളിൽ റിപ്പയറിന് തന്നെ ചെലവായി. നിങ്ങൾക്കും അങ്ങനെ വല്ല അനുഭവം ഉണ്ടായോ? അതിനുശേഷമാണോ ഈ ഒരു ഐഡിയയിലേക്ക് എത്തിയത്? തീർച്ചയായും. ഞങ്ങൾക്കൊരു കസിൻ ഉണ്ട്. അദ്ദേഹം ഇതുപോലെ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കാൻ പോയി. അപ്പോൾ ഇദ്ദേഹവും അവന്റെ കൂടെ പോയിരുന്നു. കാരണം ഇദ്ദേഹത്തിന് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനൊരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണ്. അപ്പോൾ ഇദ്ദേഹം വണ്ടി കുറച്ച് കാര്യമായിട്ട് തന്നെ ചെക്ക് ചെയ്തു. നോക്കിയ കൂട്ടത്തില് അവിടെ ഇവിടെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളൊക്കെ ഇദ്ദേഹം കണ്ടുപിടിച്ചു. അങ്ങനെ വണ്ടി വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ കസിൻ കുറച്ച് ഡിസപ്പോയിന്റ് ആയി. ഞാൻ കുറച്ച് പൈസയൊക്കെ സ്വരുക്കൂട്ടി കാർ മേടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് അദ്ദേഹം കാർ മേടിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടെന്ന്. വണ്ടി റീപെയിന്റഡ് ആയിരുന്നു. മാത്രമല്ല കുറെ ജോലി ഉണ്ടായിരുന്നു അതിൽ ചെയ്യാൻ. തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾ തമ്മിൽ ഒരു ഡിസ്കഷൻ നടത്തി. അതായത് മാർക്കറ്റിൽ കുറെ സ്കാംസ് നടക്കുന്നുണ്ട്, അതിന് എങ്ങനെ ജനങ്ങളെ രക്ഷിക്കാമെന്ന്. പിന്നീട് ഡിസ്കസ് ചെയ്ത് ഈ ഒരു ഐഡിയയിലേക്ക് വന്ന് അതിനുള്ള റിസർച്ച് നടത്തി വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ എത്തിപ്പെടുകയും ചെയ്തു. ഇതിപ്പോ സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ കാര്യമാണല്ലോ പറഞ്ഞത്. പക്ഷേ പുതിയ വണ്ടികൾക്ക് ഈ പ്രശ്നം ഉണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ സർ. പുതിയ കാറില് റീപെയിന്റഡ് പാർട്സ്, ടയർ ചേഞ്ച് ചെയ്യും. യാർഡിൽ നിന്ന് പഴയതാവുന്ന സ്റ്റോക്ക് എല്ലാം ഏകദേശം 6-7 മാസത്തിന്റെ പഴക്കം ഉണ്ടാവുന്നതിന് അതെല്ലാം 6-7 മാസം കഴിഞ്ഞിട്ടാണ് സെല് ചെയ്യുന്നത്. അതിനൊക്കെ ഇന്നത്തെ പ്രൈസിങ് ചെയ്യും. അതെല്ലാം ഞങ്ങൾ കസ്റ്റമറിനോട് ഓപ്പൺ ആയിട്ട് പറയും. ഇന്ന് വരെ ഞങ്ങൾ ചെക്ക് ചെയ്ത കാർസിൽ ഏകദേശം 70% പുതിയ കാറായിരുന്നു. എല്ലാത്തിലും തീർച്ചയായും എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടാവും. നിങ്ങൾ ആപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണോ? അതെ സർ, ഞങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. അതുവഴിയാണ് ഞങ്ങൾ ബുക്കിംഗ്സ് എടുക്കുന്നത്. ബുക്കിംഗ്സ് വന്ന ഉടനെ തന്നെ ഞങ്ങൾ അതിനുള്ള ടെക്നീഷ്യൻസിനെ അപ്പോയിന്റ് ചെയ്യും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടൂൾസ് അവർ വണ്ടി ഇൻസ്പെക്ട് ചെയ്യും. ടൈറ്റൻസ്, വി വിൽ ഓപ്പൺ ദി ഫ്ലോർ ഫോർ യു. നിങ്ങൾ പറഞ്ഞൊരു പ്രോബ്ലം വളരെ ശരിയാണ്. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ടൂൾസ് ഉണ്ടല്ലോ,
അതിനെക്കുറിച്ച് കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് പറയാൻ പറ്റുമോ? എക്സാമ്പിൾ പെയിന്റ് തിക്നെസ്. അത് വെച്ച് നമുക്ക് വണ്ടി റീപെയിന്റഡ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഏത് ക്വാളിറ്റി ഓഫ് റീപെയിന്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അതിനാണ് ഒരു പെയിന്റ് തിക്നെസ് മീറ്റർ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അത് വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. ടയർ എത്ര ദൂരം പോയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരു ഗേജ് ഉണ്ട്. അത് വെച്ച് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ടയറിനകത്ത് എത്ര മെറ്റീരിയൽ ബാക്കിയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ബാറ്ററിയുടെ യഥാർത്ഥ കണ്ടീഷൻ എന്താണെന്ന്, അതിന്റെ ലൈഫ് സൈക്കിളും എത്ര മാസം യൂസ് ചെയ്തിട്ടുണ്ടെന്നും നമുക്ക് അത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇതെല്ലാം ഞങ്ങൾ പൂർണ്ണമായി ചെക്ക് ചെയ്യാറുണ്ട്. എഞ്ചിന്റെ അകത്ത് കുറെ സെൻസേഴ്സ് ഉണ്ട്. അതെല്ലാം ചെക്ക് ചെയ്യാൻ ഞങ്ങളുടെ OBD സ്കാനർ ഉണ്ട്. മാത്രമല്ല മീറ്റർ റിവേഴ്സ് ചെയ്തിട്ടുണ്ടെന്നും അത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. 1,00,000 കിലോമീറ്റർ കഴിഞ്ഞ വണ്ടികളെ ഡീലേഴ്സേ ഒരു 50,000 റിവേഴ്സ് ചെയ്ത് റീസെറ്റ് ചെയ്ത് വെക്കും. ഈ മെഷീൻ ഉപയോഗിക്കുമ്പോൾ ശരിക്കുള്ള എഞ്ചിൻ ലൈഫ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അത് റിവേഴ്സ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത്രയധികം സെൻസേഴ്സ് ഉണ്ട്. വണ്ടിയിൽ 500-ലും അധികം സെൻസേഴ്സ് ഉണ്ട്. അതെല്ലാം ഞങ്ങൾ ചെക്ക് ചെയ്ത് കസ്റ്റമേഴ്സിന് പറയാറുണ്ട്. ഇപ്പോൾ ഏത് സ്റ്റേജിലുള്ള R&D ആണ്? അതോ പ്രോട്ടോടൈപ്പ് റെഡി ആണോ? അതോ ഇപ്പോൾ മിക്കവാറും നിങ്ങളുടെ ഡിസൈൻ സ്റ്റേജിലാണോ? ഡിസൈൻ സ്റ്റേജിൽ ഞങ്ങൾക്ക് ഇതിനുള്ള ഫണ്ടിങ് വേണം. എന്നാലേ പ്രോബ്ലം ഉള്ള സെൻസേഴ്സ് ഞങ്ങൾക്ക് കണ്ടുപിടിച്ച് അതിൽ സ്പെസിഫിക് ആയി വർക്ക് ചെയ്യാൻ പറ്റൂ. എത്രയാണ് ഇപ്പൊ ഇതില് ചെലവ് പ്രതീക്ഷിക്കുന്നത്? ഏകദേശം ഒരു 10 to 15 ലക്ഷമാവും ഈ മുഴുവൻ സിസ്റ്റം മേടിക്കാൻ. ഇത് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോഴുള്ള കോസ്റ്റ് മാത്രമാ. വഴിയെ നമുക്ക് ആ കോസ്റ്റ് ഒക്കെ കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ സമയത്ത് ഏകദേശം 2000-3000 ഹാൻഡ് ഹെൽഡ് സിസ്റ്റം നമുക്ക് റെഡിയാക്കാൻ പറ്റും മാഡം. നിങ്ങളിപ്പോ പറയുന്ന ഈ സിസ്റ്റം ഉണ്ടല്ലോ, അത് കാർ ഡീലേഴ്സിനെ അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സിനെ ശരിക്കും ചാലഞ്ച് ചെയ്യുന്ന പോലെയാണ്. കാരണം എല്ലാ ഡീലേഴ്സും പറയുന്നത് ഇൻസ്പെക്ട് ചെയ്തിട്ടാണ് തരുന്നതെന്നാണ്. ആ സ്ഥാനത്ത് നിങ്ങൾ അവരുടെ സെയിലിനെ ഡിസ്കറേജ് ചെയ്യുമ്പോൾ അവര് നിങ്ങളുടെ ബിസിനസ് ഫണ്ടിനെ റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് കസ്റ്റമർ എക്സ്പീരിയൻസ് തരാൻ പറ്റുമോ? ഡീലേഴ്സ് എന്ന് പറഞ്ഞാൽ അവര് സാധനങ്ങൾ വിൽക്കുന്നതേ ഉള്ളൂ. സാറ് പറയുന്നത് ഈ വലിയ വലിയ കമ്പനീസാ. ഈ പറഞ്ഞ ഇൻസ്പെക്ഷൻ ഒക്കെ അവർക്ക് വേണ്ടി തന്നെ ചെയ്യുന്നതാ. പിന്നീട് ആ വണ്ടി പർച്ചേസിനും സെയിൽസിനും ഒക്കെ പോകുമ്പോൾ അത് കസ്റ്റമറിന്റെ അടുത്തേക്കാ പോകുന്നത്. കമ്പനി അവിടെ ഇൻസ്പെക്ട് ചെയ്യുന്നത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയാ. എന്നിട്ട് കസ്റ്റമറിനോട് പറയും, ഞങ്ങൾ ഈ വണ്ടി ചെക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ധൈര്യമായി കൊണ്ടുപോകാന്ന്. ബട്ട് ഞങ്ങൾ ഈ അടുത്ത കാലത്ത് വണ്ടി ഇൻസ്പെക്ട് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം ആപ്ലിക്കേഷൻ നമുക്ക് കാണിച്ചു തരുന്നു ഇവർ ഈ പറയുന്ന വിശ്വസ്തത സത്യമാണോ ഇല്ലേ എന്ന്. മാത്രമല്ല വണ്ടിയുടെ ഒറിജിനൽ കണ്ടീഷൻ വേറെയാണ്. പക്ഷെ ഞങ്ങൾ കൺസ്യൂമർ ഫോക്കസ്ഡാ. ആൻഡ് അത് മാത്രമല്ല പാർട്ടി വാലിഡേഷൻ. അത് തന്നെ, അതായത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. കോസ്റ്റിംഗ് എത്രയാണ് ഇതിന് വരുന്നത്? ഇപ്പൊ കോസ്റ്റിംഗ് വരുന്നത്, അതായത് വിത്തൗട്ട് ടാക്സ് നോക്കിയാൽ 600 റുപ്പീസ് ഞങ്ങളുടെ കയ്യിൽ വരും. 400 റുപ്പീസ് ടെക്നീഷ്യന്റെ കയ്യിലേക്ക് പോകും. 50 റുപ്പീസ് നമ്മുടെ ഒരു ചാർജ് ആണ്. എന്നിട്ട് ഒരു 50 റുപ്പീസ് നമ്മുടെ എക്യുപ്മെന്റും ടൂൾസിനും സോഫ്റ്റ്വെയറിനും ഒക്കെ ചെലവാകും. ആൻഡ് 100 റുപ്പീസ് ഞങ്ങളുടെ സാലറിയാണ്. 400 റുപ്പീസ് പെർ ഇൻസ്പെക്ഷൻ ഞങ്ങൾക്ക് പ്രോഫിറ്റ് ആയി കിട്ടാറുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഈ സ്റ്റേജിൽ ആദ്യം നമുക്കൊരു പബ്ലിക് ഒപ്പീനിയൻ നോക്കാം, അതിനുശേഷം സംസാരിക്കാം. ഓഡിയൻസ്, ഇദ്ദേഹം എന്ത് പ്രശ്നമാണ് സോൾവ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നിങ്ങളുടെ വോട്ടിംഗ് മീറ്റേഴ്സ് എടുത്തോളൂ. യെസ് അല്ലെങ്കിൽ നോ എന്നുള്ള ബട്ടൺ അമർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ ഇദ്ദേഹത്തിന്റെ സർവീസിന്റെ മാർക്കറ്റ് ഡിമാൻഡ് എത്രയാണെന്ന്. Wow. 74% ആളുകൾക്ക് ഇത് ആവശ്യമുള്ള ഒന്നായിട്ട് തോന്നുന്നു. എന്നാ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ആസ്ക് പറഞ്ഞോ. ഞങ്ങളുടെ ആസ്ക് ആണ് 40 lakhs ഓൺ കൺവേർട്ടബിൾ നോട്ട്സ് വിത്ത് 20% ഡിസ്കൗണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഒരു പാഷനേറ്റ് ആയ ഒരു ഫൗണ്ടറാണ്. പറഞ്ഞ പ്രോബ്ലം ജെന്യൂൻ ആണ്. പക്ഷേ ഐഡിയ ഒരു കൊമേഴ്ഷ്യലൈസ് ആകാനുള്ള സാധ്യതയില്ല. സ്കെയിലബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏത് രീതിയിലാണ് ഞങ്ങൾ സഹായിക്കേണ്ടതെന്ന് വെച്ചാൽ ആ രീതി ചെയ്യാം. പക്ഷേ ഇന്നിപ്പോൾ പൈസ തരാൻ ഞാൻ റെഡിയാണെന്ന് പറയുന്നില്ല. കാരണം നിങ്ങൾക്കിതിൽ ഇനിയും ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്. ഇതൊരു ബിസിനസ് ലൈനിൽ എത്തിക്കാനുണ്ട്. അപ്പോൾ അനുപം സാർ ഇതിന് കൈ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ജിമ്മി സാർ നിങ്ങൾ പറയും. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. പ്രോബ്ലം ശരിയാണ്, പക്ഷേ ടെക്നിക്കലി ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് കൈതരാൻ എനിക്ക് പറ്റില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞ ആ പ്രശ്നം ഉണ്ടല്ലോ, അത് ശരിക്കും ജെന്യൂൻ പ്രശ്നം തന്നെയാണ്. ഐ അക്സെപ്റ്റ്. പ്രിയങ്ക, ഓപ്പറേഷണലി വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് ആലോചിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്, ഇന്ന് എനിക്കും നിങ്ങൾക്ക് കൈ തരാൻ പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങൾക്ക് എന്തായാലും ഈ വണ്ടികളെ കുറിച്ചൊക്കെ നല്ല അറിവ് കാണുന്നുണ്ട്. പക്ഷേ ഈ അറിവുകളൊക്കെ എങ്ങനെയാണ് പ്രോഡക്റ്റിലേക്ക് മാറ്റുന്നത്? ഐ തിങ്ക് ആ ഒരു യാത്ര ഇനിയും നിങ്ങളുടെ മുന്നിൽ കിടക്കുകയാണ്. അതുകൊണ്ട് എനിക്കും ഇന്ന് നിങ്ങൾക്ക് കൈതരാൻ സാധിക്കില്ല. എന്റെ അഭിപ്രായത്തിൽ ഈ മോഡൽ ഒരു സ്കെയിലബിൾ മോഡൽ അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 6 മാസത്തെ സമയമുണ്ട്. ഞങ്ങളൊക്കെ അടുത്ത സീസണും ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. നിങ്ങളൊരു മാർക്കറ്റ് റിസർച്ച് ഒക്കെ നടത്തിയിട്ട് വരൂ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇനി അത്തരത്തിലൊരു AI ടൂൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റിയാൽ ഇതേ കാറ് തന്നെ കൊണ്ടുവന്ന് അതിവിടുത്തെ ഓൺ സ്ക്രീനിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യൂ. അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഇവിടെയുള്ള 5 ടൈറ്റൻസും ഇവിടെ പൈസയും കൊണ്ട് ഇരിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും തീർച്ചയായും നിങ്ങൾക്കൊരു അവസരം ഒരുക്കും. അന്ന് നിങ്ങൾക്ക് പൈസ കിട്ടുന്നതായിരിക്കും. ഇന്ന് പക്ഷേ സാധിക്കില്ല. മാത്രമല്ല ഇവിടുന്ന് പോയതിനു ശേഷം നിങ്ങൾക്ക് ഒന്നുകൂടി ചിന്തിക്കാനൊരു അവസരം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു വഴിയും കിട്ടും. അതായത് സന്ദേശ് സാർ പറഞ്ഞതുപോലെ തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. അതുകൊണ്ട് വൈകാതെ ഈ വേദിയിലേക്ക് തിരിച്ചു വരിക, തീർച്ചയായും. വലിയൊരു ഇൻവെസ്റ്റ്മെന്റുമായിട്ട് തിരിച്ചു പോവുക. sir. എന്തായാലും ഇങ്ങോട്ട് വന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.